കുട്ടികളുടെ ലൈനില്ലാന്ന് വെച്ചാല് ഇന്ന അവളുടെ മാരേജ് സീനാക്കുന്ന ടീമാ. നമുക്ക് കല്യാണം കൂടെ മുടക്കിയാലോ? വായ്ത്താടിക്കൽ എല്ലാവർക്കും പോയി എങ്ങനെ നിങ്ങൾ പോയി ഈ വെറുതെ സാടപ്പനാവല് വെച്ചാലേ നീ വിളിച്ച് അവള് വരുമെന്ന് ഉറപ്പുണ്ടാകും. ഞാൻ കുഴപ്പമുണ്ട് അവള് വരുമെന്ന് ഉറപ്പുണ്ടാകും. അവള് വരുവാടാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വെച്ചാൽ കിട്ടിപ്പാടുണ്ടാവും. നമ്മെ കിടന്ന് തോക്കണല്ലാണ്ട് ഇവനൊന്നും മിണ്ടല്ല. നീ ഒന്ന് തോക്കട്ടടാ. വീട്ടിൽ നച്ചി അവളെന്റെ ലോകം ഓർന്നടാ. ആ വെറുതെ അല്ല. 2018 ലോകോത്സവം പട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ടാവുക. പെൺപിള്ളേരെന്ന് പറഞ്ഞതിന് ബസ് പോലെ ഒരെണ്ണം പോയ വേറെണ്ണം വരും. പക്ഷേ നിനക്ക് അവളുടെ കല്യാണത്തിന് വീട്ടിൽ കിട്ടിയപ്പോ അങ്ങനെ മുടക്കാൻ പാടില്ല. എന്താ നീ മുടക്കാറ്റ്? വെച്ചിട്ട് കാര്യമൊന്നുമില്ല പടി. അതിനിവര് മലയാളം ഇംഗ്ലീഷോ വായിക്കാൻ അറിയട്ടെ. കല്യാണക്കുറി വീട്ടിൽ കിട്ടിയ പിമ്പ് ഞാൻ ചെത്തി നോക്കിയിട്ടാണ്. കൂടാ അപ്പോ കല്യാണം മുടക്കിയിട്ട് ഈ സഭ ഇവിടെ നിന്ന് പോളൂ. ഒരു ചെറിയ ഫ്രീക്കോട്ട് വരെ അങ്ങോട്ട് നടത്തിയാല വെഡിങ് വന്നേ. മറ്റേ ശരിക്കുണ്ട് മാറ്ററുണ്ട്. നിങ്ങളുള്ള മാറ്ററുണ്ട്. മുമ്മനോട് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാ എനിക്ക്? അല്ല പേഴ്സണൽ സംഭവമൊക്കെ ഉണ്ടാ പറയണം. ഇല്ലെങ്കിൽ അലപ്പാണ് ഞങ്ങൾ കൂട്ടിയാലും മറ്റേ പറവരാ. അതൊന്നുമല്ല വച്ചാനെ. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു കാര്യത്തിനും പോകൂല. നിങ്ങൾക്കറിയോ അവർക്കത് ഇഷ്ടപ്പെടുന്ന അതെന്ന് പറഞ്ഞ വിജയ് എന്റെ വിനായകൻ. കുട്ടിന്റെ കാര്യമാണെങ്കിൽ അവർക്ക് ഇഷ്ടം അവിയില്, എനിക്ക് അവിയിൽ ബാൻഡ്. പിന്നെ മറ്റേ ഇൻസ്ട്രുമെന്റിന്റെ കാര്യം പറയണമെങ്കിൽ എനിക്കിഷ്ടം ഗിറ്റാറ്, അവർക്കിഷ്ടം ഇടക്ക. അതിന്റെ ഇടക്കാണ് ഇതൊക്കെ കൂടി പറയുന്നത്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഹാർട്ട് എന്ന് പറഞ്ഞ സാധനമല്ല പണി. ഏതെങ്കിലും പെണ്ണ് ഹാർട്ട് ഇല്ല അച്ഛ അവൾ വേണ്ടതേ. അവൾക്ക് നൈസ് കൂട്ടുകാരുണ്ടല്ല ശരി അവളെ നോക്കണ. അത് വേണ്ട വിട്ടേക്ക്. അവള് കൊന്നിരുന്നെങ്കിൽ അവിടെ പൊന്നു പോലെ നോക്കാനേട്ടാ. പൊന്നിപ്പോ എല്ലാരും നോക്കുമ്പോ എല്ലാരെയും മാത്രം ചെയ്യുന്നുള്ളൂ. ആരും വാങ്ങാറില്ലടാ. പറയപ്പെട്ടല്ല ഇത് പറഞ്ഞിട്ട് നീ പോണേടാ. ഇറങ്ങിട്ട് പോലെ കിടന്ന് കരയിലാണ്. നമ്മൾ ഫ്രീസർ നമുക്ക് ചേരുവിട്ടാ. മറ്റേ നമ്മുടെ ഫാദർ പടോട്ട് സെമിത്തേരി കൊണ്ടുപോയി നട്ടപ്പോ പോലും നമ്മ കരഞ്ഞിട്ടില്ല. എന്താണ്ട മറ്റേ നമ്മുടെ ഫാദർ വെച്ചപ്പോ സെമിത്തേരി കൊണ്ട് അടക്കം ചെയ്തില്ലേ? അപ്പൊ പോലും നമ്മൾ കരഞ്ഞിട്ടില്ലെന്ന്. ഞാൻ എന്റെ ജീവിതത്തിൽ ആകെ കരഞ്ഞത് ആകാശം തോന്നുന്നു സിനിമ കണ്ടിട്ടാണ്. ഭയങ്കര പ്രതർണ്ടാ പറ്റാ പാടുക. എന്നാലും എന്തുമാത്രം കൊണ്ടുവന്നതാണോ ഞാൻ ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുള്ള നിന്റെ പണം അവൾ ജസ്റ്റ് ഒരു സ്ഥലത്തിന്റെ ടോക്കണായിട്ടേ കണ്ടിട്ടുള്ളൂ. നിന്നെക്കാൾ കൂടുതൽ കാശുള്ള ആള് സ്ഥലത്തിന് വില പറഞ്ഞപ്പോ അവിടെ അയാൾക്ക് തരാൻ വേണ്ടി അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കിയാ ഇപ്പോഴത്തെ മിക്കവാറും പെണ്ണുങ്ങള് മൊബൈൽ പോലെയാണ്. ഡ്യുവൽ സിമ്പിൾ. ഇതൊക്കെ ഒന്നുമല്ല കാര്യം. ഞാൻ എന്റെ പെണ്ണുണ്ടല്ല 3 കൊല്ലം ചങ്കിലായിരുന്നു. ഒരു ദിവസം ഞാൻ അവളുടെ മൊബൈലിൽ എന്റെ പേരുണ്ടാന്ന് നോക്കിയപ്പോ ഉണ്ടല്ല അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് റീചാർജ് ചെയ്യുന്ന ചാനൽ. ആ റിലേഷൻ ഇല്ല റീചാർജ് ചെയ്ത് പെണ്ണിന് അന്നും ഇന്നും എന്നും കാമുകൻ മൊബൈലല്ല. അല്ലാതെ എന്താ ഞാനൊരു ഉഗ്ര ഐഡിയ പറയട്ടെ. എന്റെ കയ്യിലുണ്ടല്ല ഒരു ഉഗ്രൻ എപ്പോഴും സാധനം എടുക്കുന്നു. ബ്രാൻഡി അമ്മായി ഗൾഫിന്നൊക്കെ കൊണ്ടുവന്നായി ചക്കരകൾ കുട്ടിച്ചാൽ കിടക്കിയതാ. സൂപ്പർ താരം. എങ്കിൽ പിന്നെ അവര് കൊടുക്കണം. നമുക്ക് കുടിച്ച് കിടന്നാലേ ടീമെ നാട്ടിൽ നിന്ന് പോകണ്ടേ. എന്നാലും ടീമെ ലോകത്തെത്ര പെൺപിള്ളേരുണ്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ നീ എന്തിട്ടാണ് ആലോചിക്കണത്? ഇവിടെ ഒഴിച്ചുള്ള ലോകത്തുള്ള ബാക്കിയുള്ള പെൺപിള്ളേരെ എവിടെയാണെന്ന് ഞാൻ ആലോചിക്കണം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണോ നല്ല സൗന്ദര്യമുള്ള നല്ല ബുദ്ധിയുള്ള നല്ല കാശുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന്. അതുകൊണ്ടാണോ ഞാൻ അവളെ തന്നെ നോക്കിയത്. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല വഴി. അവർക്കുണ്ടാവില്ലേ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ. ഒരു സെക്കൻഡ് ഞാൻ വിളിച്ചില്ലെങ്കിൽ പരാതി വരണവളാണ്.
ഫോൺ എടുക്കൂല, ഫോൺ എടുക്കൂലേ? നീ എന്നെ അമ്പറഞ്ഞതാണ്, ഞാൻ വിളിക്കണം അവളെ. നീ ചുമ്മാ എനിക്ക് എന്റെ ഉണ്ട് നമ്പർ, ഞാൻ വിളിച്ചോ. നീ പറയും നീ പോവാ. നീ മാറുമാ, ഞാൻ വിളിക്കാം. ഈ പേര് കൂട്ടിയല്ല നീ ആണ് വേണ്ടത് വെച്ചാ. എടി നീ നിന്റെ ഇപ്പൊ കെട്ടാമോടെ ചെറുക്കനായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എടി അവനിന്നെ അത്ര ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ, അവനിന് ഇഷ്ടം, അവൻ ചങ്കായതുകൊണ്ടല്ലേ. നീ വന്നില്ല, ഞങ്ങൾ പള്ളിയുടെ വരയിൽ ഇപ്പൊ പുറത്തിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ഞങ്ങൾ പോയി ടേസ്റ്റ് ചെയ്യിപ്പിക്കും. വന്നെന്തായില്ലോ വരാറാണ്. നീ ആരാ? ആ കല്യാണം കൊടുക്കാൻ വന്നേക്കാം. നീയൊക്കെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നേക്കാം, ഞാൻ അങ്ങോട്ട് വരാം. ആഹാ വടി സീനായി അവിടുത്തെ അപ്പനാണ് ഫോൺ എടുത്തത്. കാലക്കും ഞാൻ മോദിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. മഞ്ഞസാരി എനിക്ക് നിന്നെയോ അയ്യോ ഞാൻ സമന്റെ ഫോട്ടോ നീയും ഫ്രണ്ടാണ്. ഇവരെ ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് ഇവൻ സ്വീകരിച്ചില്ല. കൂട്ടുകാരായിട്ട് ഞാൻ പറയാം, എന്റെ മകളുടെ കല്യാണത്തിന് വല്ല ഇണങ്ങേറുണ്ടാക്കിയാ നിന്നെയൊക്കെ ഞാൻ വെക്കും. ഞാൻ ഇപ്പൊ പോണ് ഞാൻ. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എടാ നിന്റെ ഒരേ ഒരു പെങ്ങളുടെ കല്യാണോ പള്ളി നടക്കുന്നത്. നീ ഇവിടെ നിൽക്കാതെ നീ അങ്ങോട്ട് പോടാ. ഞങ്ങൾ കൊച്ചിക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഫ്രണ്ട്ഷിപ്പിൽ ഞങ്ങൾ രക്തബന്ധത്തിലേക്കാ വില കൊടുക്കും. രാജ്യത്തെ ഞാൻ വന്നേക്കാം. എടാ നിന്നതേ നിന്റെ അധികം അന്വേഷിക്കുന്നു. നീ അങ്ങ് വാമേ പോട്ട. അവിടെ ചെന്ന് പള്ളിയിലും ബിഷപ്പ് എടുത്തിട്ടാണെങ്കിലും ഞാൻ കല്യാണം മുടക്കിയിരിക്കും. കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നാമത് ചിക്കൻ ബിരിയാണി വിളവും. അത് വേണമെങ്കിൽ വന്ന് ഞാനീട്ട് പോകാം മക്കളെ. ഞാൻ എടാ ഇപ്പോഴത്തെ സിനിമേനെ തിരിച്ചു ഉപയോഗിക്കുന്നതാണ്. അതെന്തോ ആകാം. ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആയോട് പറയാ വേണമെങ്കിൽ വന്ന് ബിരിയാണി എന്നിട്ട് പോകാം. ഞങ്ങൾ ആ കാര്യം ഒരുപാട് നേരം ഇരുന്ന് ആലോചിച്ചു. പിന്നീട് ഒരു തീരുമാനത്തിലെത്തി. എന്തായാലും ഞാൻ പെണ്ണിനെ മിസ് ചെയ്ത്, ഇനി ബിരിയാണി മിസ് ചെയ്തോ ഞാൻ പോരും. ഇതിലിട്ടിട്ട് പോണാ. എടാ ബോബി മോശോട്ടാ, മോശമാണ്. പക്ഷേ ബിരിയാണിയെ കുറിച്ച് ക്രിസ്മസ് വണ്ടിപ്പരിപ്പൊക്കെ എനിക്ക് വാർത്തുകരി വെച്ചപ്പോ കേട്ടത്. അതേടാ ഓക്കെന്ന് വണ്ടിപ്പരിപ്പുണ്ടാവില്ല. ഹിന്ദി ടീം ഗുഡ് ബൈ. അതുകൊണ്ട് എന്നെ നീ ഒന്ന് ശല്യപ്പെടുത്തല്ലേ. നീ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പോ.